നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പ് പറയാമായിരുന്നു. അപ്പോൾ പലരും പറയുമായിരുന്നു, അതൊക്കെ ദിനേശ് വെറുതെ തള്ളുന്നതാണെന്ന് പറയുമായിരുന്നു. ഞാൻ സത്യത്തിൽ ഈ ചാനൽ തുടങ്ങിയ ശേഷമാണ് ലോകത്ത് ഇത്രയും ചെറിയ 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 രാജ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത്. സത്യം. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് എന്നെ വിളിച്ച് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുള്ള ആളാണ്. പക്ഷെ ഇപ്പോൾ എന്നെക്കുറിച്ച് വ്യാപകമായി പറയുന്ന പരാതി, നമ്മുടെ ചാനലിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതെന്താണ് സാർ? അല്ലെങ്കിൽ ദിനേശ് ചേട്ടാ, നിങ്ങളിങ്ങനെ ഒരു ക്യാൻസർ ബാധിതയായ ഒരു പെൺകുട്ടിക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ. അതെ, അല്ല, അത് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. ആ കാശ് കിട്ടിയോ, ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞോ, ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഞാൻ ആ കാശ് കിട്ടിയപ്പോൾ ആ കണ്ണൂരുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് വാടകയ്ക്ക് താമസിക്കുന്ന അയാൾ എന്നെ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ കുറേ വഴക്കും പറഞ്ഞു. കാരണം അത്യാവശ്യം ഒരു പുള്ളി കണ്ണൂർ പോകണം. എന്നോട് ചോദിച്ചു കുറച്ച് പൈസ തരുമെന്ന് കേട്ട്. ഞാൻ പിന്നെ തരില്ല. എൻ്റെ കയ്യിൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ നടത്താൻ കുറച്ച് കാശ് പിരിച്ചു തരുമെന്നാണ് ചോദിച്ചത്. ഞാൻ അതിന് മാത്രമേ തരൂ. പക്ഷേ എന്തോ പിന്നെ എനിക്ക് ആ ചെറുപ്പക്കാരനോട് സെൻറ്റിമെൻറ്റ്സ് തോന്നി. ഞങ്ങളൊന്നും നേരെ കണ്ടിട്ടില്ല. ഞാൻ അയാളുടെ പറഞ്ഞു, തിരുമല ജംഗ്ഷനിൽ വരൂ, ഞാൻ കുറച്ച് കാശ് തരാം. അയാൾ തിരുമല ജംഗ്ഷനിൽ വന്നു. ഞാൻ ചെന്നു. അയാൾക്ക് കൃത്യമായി എങ്ങനെയോ എൻ്റെ കാർ അറിയാമെന്ന് തോന്നുന്നു. അയാൾ ഓടി കാറിനടുത്തേക്ക് വന്നു. ഞാനൊരു 25,000 രൂപയുടെ ചെക്ക് കൊടുത്തു. അയാൾ അതുകൊണ്ടങ്ങ് പോയി. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അയാളെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു. കാരണം നല്ല ഹാൻഡ്സമായ, നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വിളിച്ചുകൊണ്ട് വരികയും ഒരു മകളായ ശേഷം 10,000-1 പേർക്ക് പോലും വരാത്ത ഒരു റെയർ ക്യാൻസർ വരിക എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ടും അയാളെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഞാൻ ഈ നമ്മുടെ ചാനലിൽ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ അസുഖത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരാളിനെ വിളിച്ച് സംസാരിക്കുകയും അയാൾക്ക് ഇയാൾ തന്ന പേപ്പർ മുഴുവൻ സബ്മിറ്റ് ചെയ്തപ്പോൾ അയാൾ തന്നെ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു, സാറേ ഇത് എത്ര ലക്ഷം രൂപ ചിലവാക്കിയിട്ട് കാര്യമില്ല, 40 ലക്ഷം രൂപയ്ക്ക് മുകളിലാവും സാർ ഓപ്പറേഷൻ നടത്താൻ. പക്ഷേ 40 ലക്ഷം രൂപ എടുത്ത് ഓപ്പറേഷൻ നടത്തിയാലും ഈ കുട്ടി രക്ഷപ്പെടില്ല, അങ്ങനത്തെ ഒരു റെയർ ക്യാൻസർ ആണെന്നൊക്കെ എൻ്റെ പറഞ്ഞെങ്കിൽ നമുക്കത് ഇയാളുടെ പറയാൻ പറ്റുമോ? അയാളാണെങ്കിൽ വലിയ പ്രതീക്ഷയോടെയാണ്. അയാളുടെ ഭാര്യയാണെങ്കിൽ എൻ്റെ പേരോ എൻ്റെ ഫോട്ടോയോ എൻ്റെ വിലാസമോ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അന്ന് ആത്മഹത്യയൊന്നും ആ കുട്ടി പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. എന്നെ ഇടയ്ക്ക് ആരോ ഒരാൾ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, എടാ ഇങ്ങനെ ഇല്ലാത്ത രോഗിയുടെ പേര് പറഞ്ഞ് പൈസ പിരിച്ച് തിന്നാൻ നാണമില്ലേടാ എന്നൊക്കെ ഒരാൾ ചോദിച്ചു. ഞാനൊന്നും മറുപടി പറയാൻ പോയില്ല. കാരണം നമ്മളെ സമൂഹം അങ്ങനെയാണ്. നമ്മളൊരു നല്ല കാര്യത്തിന് എന്തെങ്കിലും ചെയ്താൽ വേറൊരു കണ്ണിലൂടെ കാണും, അല്ലെങ്കിൽ ദിനേശിനെ വേറൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കാമോ എന്നൊക്കെ തോന്നുമായിരിക്കും. ഞാനത് കേട്ടോണ്ട് നിന്നേ ഉള്ളൂ. ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ പറയാൻ വന്നത്, പിന്നെ രണ്ടാമതൊരു ദിവസം എന്നെ വിളിച്ചിട്ട് വീണ്ടും സാർ കുറച്ച് പൈസ ഒന്ന് സഹായിക്കാമെന്ന് കേട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കൊടുത്തത് 25,000 അല്ലാന്ന് തോന്നുന്നു, 30,000 ആണെന്ന് തോന്നുന്നു. രണ്ടാമതൊരു 70,000 രൂപ കൂടെ കൊടുത്തു. അങ്ങനെ 1,00,000 രൂപ ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞ് ആഴ്ചകൾ കഴിയുമ്പോഴേക്കും ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ബന്ധുക്കളും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറയുമ്പോൾ സാറിൻ്റെ സഹായം എല്ലാം കൂടെ കൊണ്ട് നമുക്കത് ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ നിരന്തരമായി എന്നോട് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ അയാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ എൻ്റെ ഭാര്യ പോയി, ഓപ്പറേഷനൊന്നും കാത്തു നിന്നില്ല, ആ കുട്ടി പോയി. ഞാൻ ചോദിച്ചു, ഇനി എന്താ ചെയ്യാൻ പോകണം? അത് കണ്ണൂരിൽ നിന്ന് എൻ്റെ ചേട്ടനും ഭാര്യയൊക്കെ വരുന്നുണ്ട് ഫ്ലൈറ്റിൽ, അവർ വന്നിട്ട് ബോഡി കൊണ്ടുപോകും സാർ. ഞാൻ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് സാർ. ഞാൻ ആയിക്കോട്ടെ, നിങ്ങൾ പോകൂ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ ആ ചാപ്റ്റർ ഞാനവിടെ തൽക്കാലം നിർത്തിവെച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അടക്കമൊക്കെ കഴിഞ്ഞോ എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കാശിന് ആവശ്യം വരില്ലേ എന്ന് പറഞ്ഞ് കുറച്ച് കാശ് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. അപ്പോഴും അയാൾ എന്നെ വിളിച്ചു, സാർ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, തിരുവനന്തപുരത്ത് വന്ന് സാധനങ്ങളെല്ലാം മാറ്റണം, എല്ലാം കൊണ്ടുപോകണം തിരുവനന്തപുരത്ത്. പക്ഷേ മാർച്ച് വരെ ഇവിടെ നിൽക്കണം, ആ കുട്ടിയുടെ പഠിത്തം കാരണം. 2-ലോ 3-ലോ പഠിക്കുന്ന കുട്ടിയല്ലേ. പക്ഷെ ഞാനിതൊന്നും പ്രോഗ്രാമിൽ പറയണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ അയാൾക്കും വിഷമമായി. ഇപ്പോൾ അയാൾ എൻ്റെ പറഞ്ഞു, സാർ തുടക്കത്തിലേ പറഞ്ഞു
ഇതിൽ ആളിൻ്റെ പേര് പറയാതെ, ആളിൻ്റെ ഫോട്ടോ കാണിക്കാതെ, ആളിൻ്റെ വിലാസം കാണിക്കാതെ സാറിൻ്റെ അക്കൗണ്ട് ഇട്ടാൽ ആളുകൾ സാറിനെ മോശമായി തെറി പറയുമെന്നും അതിൽ വിചാരിക്കുന്ന രീതിയിൽ കളക്ഷൻ വരില്ല എന്ന് എനിക്കറിയാം സാറെന്ന് പറഞ്ഞു. വളരെ മോശമായിരുന്നു കളക്ഷൻ. എന്നാലും അത് ഈ ചാനലിലൂടെ പറയണ്ട എന്ന് ഞാൻ കരുതി. ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ പി ശ്രീകുമാർ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രീകുമാരേട്ടനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ. ആ എപ്പിസോഡിൽ ശ്രീകുമാരേട്ടൻ എന്നെ വളരെ മോശമായ ഭാഷയിൽ ഒരിക്കൽ സംസാരിച്ചപ്പോൾ അതിൽ മനോവിഷമം വന്ന് ഞാൻ പിന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ പ്രോഗ്രാം ഞാൻ വിചാരിക്കാത്ത ലെവലിലേക്ക് പോയി. കാരണം 1,00,000 പേരിൽ കൂടുതൽ എന്തോ കണ്ടു. ഞാൻ കണ്ടു, 1,00,000 പേര് കണ്ടു എന്ന് മാത്രമല്ല, ആ പ്രോഗ്രാം ശ്രീകുമാരേട്ടൻ കണ്ടു എന്ന് ഞാൻ അറിഞ്ഞു. അവൻ എന്നെപ്പറ്റി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം ഒരാളിനോട് പറഞ്ഞു. അപ്പോൾ എന്നെ ആ പ്രോഗ്രാം വന്നപ്പോൾ വിളിച്ച പലരും എന്നോട് പറഞ്ഞു, സാർ വിശാലമായി ചിന്തിക്കുന്ന ഒരാളല്ലേ, അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് തോന്നിയ എന്തോ ഒരു ഇതുകൊണ്ട്, സ്വഭാവം കൊണ്ട് അദ്ദേഹം താങ്കളോട് 1,500 രൂപയ്ക്കും ഒരു നേരത്തെ ഗസ്റ്റ് ഹൗസിലെ ഊണിനും വേണ്ടി ദിനേശ് കള്ളം പറയുന്നു എന്ന് ചോദിച്ചായിരിക്കും അങ്ങേരുടെ മനസ്സിലൊന്നും കാണില്ലോ സാർ. അദ്ദേഹം ഇപ്പോൾ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കിഡ്നി റിമൂവ് ചെയ്തല്ലോ. സാറ് പോയി പി ശ്രീകുമാറിനെ കാണണം, അത് അവിടെയാണ് സാറിൻ്റെ മനസ്സ് സാർ എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ എന്നോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഈ 2-3 വർഷം പോകാതിരുന്നത് കൊണ്ട് പോകാനൊരു ചമ്മൽ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ പിന്നെ സംസാരിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം ആശുപത്രി കിടന്ന് വരെ ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോയി കാണാം. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ സിന്ധുവും പറഞ്ഞു അണ്ണാ പോയി കാണും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പ്രോഗ്രാമിൽ പറയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയം. ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല. അങ്ങനെ മകനെയും സിന്ധുവിനെയും കൂടെ ശ്രീകുമാരേട്ടനെ കാണാൻ വിട്ടു. അവിടെ ചെന്ന് ഞങ്ങൾ വന്ന് ഇന്നാണെന്ന് പറഞ്ഞു തരുമ്പ് ശ്രീകുമാരേട്ടൻ്റെ സ്വഭാവം അങ്ങ് ഇറങ്ങി. നീ ആരടി, നിൻ്റെ വീട്ടിൽ പെൺ ഭരണമാണോ, നീയാണോ കല്യാണം നിശ്ചയം വിളിക്കാൻ വരേണ്ടത്? അവിടെ ഒരാണെന്ന് പറഞ്ഞൊരുത്ത ഇല്ലേ, മറ്റോ മോർച്ചെന്ന് പറഞ്ഞു ഒരുപാട് പറയുകയും. അവിടെയും ശ്രീകുമാരൻ്റെ സ്ഥിരം ഡയലോഗായ അരിഞ്ഞളയും അവനെ ഞാനെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തൊരു സിനിമാക്കാരനെ അരിഞ്ഞളയും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പേരുകാരനെ സിന്ധുവിനറിയില്ല. സിന്ധു വീട്ടിൽ എന്ന് പറഞ്ഞാൽ അണ്ണാ ഇങ്ങനെ ഒരാളെ അരിഞ്ഞളയും അതാര് എന്ന് കേട്ടു. ഞാൻ പറഞ്ഞിട്ട് അത് ശ്രീകുമാരേട്ടൻ ദേഷ്യം വരുമ്പോൾ ദിനേശിനെയും പറഞ്ഞാണ് അരിഞ്ഞളയുന്നത്, അത് വിട് എന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ എൻ്റെ മകനത് വലിയ ഫീൽ ചെയ്തു. കാരണം അവൻ്റെ നിശ്ചയം പറയാൻ ചെന്നപ്പോൾ അവൻ്റെ അമ്മയെ ഒരുപാട് വഴക്ക് പറയുന്ന കേട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിൻ്റെ ചേട്ടനാണെന്ന് വിചാരിച്ചത്, നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറക്കാത്ത നിൻ്റെ ജ്യേഷ്ഠനാണെന്ന് കരുതിയാൽ മതി. പറയാൻ പോയെന്ന് എനിക്കറിയണ്ട. സിന്ധുവിൻ്റെ അമ്മയുമായിട്ട് എന്തോ കുടുംബ ബന്ധമുണ്ട് ശ്രീകുമാരേട്ടൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണം വിളിച്ചില്ല ശ്രീകുമാരേട്ടൻ. എന്തായാലും ശ്രീകുമാരേട്ടനെ പോയി കാണാൻ തീരുമാനിച്ചു. എനിക്കൊരു സുഹൃത്തുണ്ട്, തിരുമല രാമചന്ദ്രൻ എന്ന് പറഞ്ഞ് നാടകരംഗത്ത് സംസ്ഥാന അവാർഡൊക്കെ മികച്ച നടൻ്റെ അവാർഡൊക്കെ വാങ്ങിച്ച തിരുമല രാമേന്ദ്രനെയും കൂട്ടിയാണ് ഞാൻ പോയത്. കാരണം ഒരാൾ സാക്ഷി വേണമല്ലോ എന്തൊക്കെ എന്നെ പറയുന്നു എന്നറിയാൻ. അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു സന്തോഷമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ പ്രോഗ്രാം 1,00,000-ലധികം പേര് കാണുകയും സിനിമാ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേര് അദ്ദേഹത്തെ വിളിച്ച് ആ പ്രോഗ്രാം കണ്ടതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുകയും ചെയ്തുകൊണ്ട് എന്തായാലും തുടക്കത്തിൽ ചൂടാവില്ല എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ ചെന്ന് കണ്ടു. അദ്ദേഹം ആ പ്രോഗ്രാം കണ്ടതായിട്ടേ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു എന്ന് ഞാനും പറഞ്ഞില്ല. അപ്പോൾ 3-4 വർഷത്തെ കാണാതിരുന്നതിൻ്റെ ഒരു അകൽച്ച രണ്ടുപേരുടെയും സംസാരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. തുറന്നങ്ങോട്ട് എന്താ പറയുക, മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല രണ്ടുപേർക്കും. ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. എന്നോട് വന്ന് രാമേന്ദ്രൻ ഗേറ്റിനോട് വന്നിട്ട് ഞാൻ ചെന്ന് ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് ചേച്ചിയായിരുന്നു. അപ്പോൾ അകത്തുനിന്ന് ചോദിക്കുന്നുണ്ട് ആരാ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ. അപ്പോൾ ചേച്ചി തിരിഞ്ഞിട്ട് പറഞ്ഞു ശാന്തിയുള്ള എന്ന് പറഞ്ഞിട്ട് ചേച്ചിയും അകത്ത് പോയി. ഞാൻ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുമ്പോൾ ക്ഷീണിതനാണെങ്കിലും നല്ല എന്താ പറയുക സന്തോഷത്തോടെ ശ്രീകുമാരേട്ടൻ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. എന്നാലും അവൻ എന്നെ തേടി വന്നല്ലോ എന്ന് ചിലപ്പോൾ ആ മുഖത്ത് കണ്ട ഐശ്വര്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ദിനേശ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു വെളിച്ചമാണെന്ന് തോന്നും. എന്തൊക്കെ വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിലും അവൻ എന്നെ അന്വേഷിച്ച് വന്നല്ലോ, എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ആ മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അസുഖത്തിൻ്റെ നാൾ വഴികൾ മുഴുവൻ പറഞ്ഞു. എങ്ങനെ അസുഖത്തിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു, ആരെയെല്ലാം കൺസൾട്ട് ചെയ്തു, എങ്ങനെ ഓപ്പറേഷൻ നടത്തി. ആലോചിച്ച് നോക്കൂ, കിഡ്നി മാറ്റുന്ന സമയത്ത് അറ്റാക്ക് വരിക എന്നൊക്കെ പറഞ്ഞാലേ ഡോക്ടർമാർ നെഞ്ചിനെ ഇടിച്ചൊരു പരുവാക്കി എന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് ആ വേദനയാണ് ഇപ്പോൾ സഹിക്കാൻ വയ്യാത്തതെന്നാണ് ശ്രീകുമാരേട്ടൻ പറയുന്നത്. കാരണം നെഞ്ചിനെ ഇടിച്ച് വീണ്ടും ശ്വാസോച്ഛ്വാസം വീണ്ടും പുനഃക്രമീകരിച്ചു. ആ രോഗം ബാധിച്ച ഒരു കിഡ്നി എടുത്ത് കളഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ വിളിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. അല്ല, ധനകാര്യ വകുപ്പ് ബജറ്റൊക്കെ എനിക്ക് ഇത്തവണത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല മൈലേജ് ഉണ്ട് താങ്കൾക്ക്, കാര്യങ്ങൾ നടക്കട്ടെ, എന്നെ ഈ തിരക്കിനിടയിൽ എന്നെ കാണാൻ വരണമെന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശിവകുമാരേട്ടൻ സംസാരിക്കുന്നു. ബാലഗോപാൽ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് വിളിച്ചത്. ഏതാണ്ട് എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചു എന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഡോക്ടർമാർ ഈ ഓപ്പറേഷൻ സമയത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ അകത്തുള്ള എല്ലാ അവയവങ്ങളും നല്ല ചെറുപ്പക്കാരുടെ പോലെ ചുറുകാറ്റ് തന്നെ വർക്ക് ചെയ്യുന്നു എന്ന് ശിവകുമാരേട്ടൻ പറഞ്ഞു എന്നുള്ളത് പറയുമ്പോൾ അദ്ദേഹം തന്നെ ഇരുന്ന് ചിരിക്കുന്നു. ഓപ്പറേഷനിടയിൽ ഹാർട്ട് നിന്ന് പോയത് മാത്രമാണ് കേട്ടപ്പോൾ പേടി തോന്നിയത്. ഡോക്ടർമാർ ഒരുപാട് നേരം ഇടിച്ചാണ് വീണ്ടും ഹാർട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരാപത്ത് വരുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്തുക്കളെ അറിയാനാകുന്നത് എന്നുള്ള അനുഭവം അദ്ദേഹം എന്നോട് പങ്കുവച്ചു. മനസ്സുകൊണ്ട് അല്പം അകന്ന് നിൽക്കുന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഉണ്ണികൃഷ്ണനെ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുത്തില്ല എന്നുള്ളതോടുകൂടി ശിവകുമാരേട്ടൻ ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്നു, ഓപ്പറേഷന് മുമ്പും ഓപ്പറേഷന് ശേഷവും ഒക്കെ എന്തൊക്കെയായി കാര്യങ്ങളെന്ന് തിരക്കി ഉണ്ണികൃഷ്ണൻ പലവട്ടം വിളിച്ചിരുന്നു. എനിക്ക് ഉണ്ണി വിളിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ തിരക്കഥാകൃത്തും നടനും പത്രപ്രവർത്തനമൊക്കെ രഞ്ജി പണിക്കർ, അദ്ദേഹമാണല്ലോ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻറ്റ്, അദ്ദേഹം വിളിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിക്കണം, എപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞതും ശിവകുമാരേട്ടന് വലിയ ആഹ്ലാദം പകർന്നതായി. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൃപാകടാക്ഷത്താൽ ജീവിതം നന്നായി കൊണ്ടുപോയ ചിലർ, അദ്ദേഹം സഹായിച്ചതിൻ്റെ പേര് ജോലി വരെ വാങ്ങിക്കൊടുത്ത ചിലർ, ഇങ്ങനെ അസുഖബാധിതനായി പി ശിവകുമാർ വീണുപോയി എന്നറിഞ്ഞപ്പോൾ വന്ന് കാണണ്ട, പക്ഷേ ഫോണിലൂടെ പോലും വിളിച്ച് ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചില്ല എന്ന് എന്നോട് ഇത്തിരി നൊമ്പരത്തോടെ സംസാരിച്ചു. അതിൽ ഒരാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ദേഷ്യം തോന്നി, അമർഷം തോന്നി. കാരണം ജീവിതം വഴിമുട്ടി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരുത്തനെ കൈ പിടിച്ച് കയറ്റി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് മിക്കവാറും എല്ലാ ദിവസവും കറങ്ങി അടിച്ച് നടക്കുന്ന വേറെ ഒരു പണിയും ഇല്ലാത്ത ഒരുത്തൻ അദ്ദേഹത്തെ ഒന്ന് കാണാനോ ഒന്ന് വിളിക്കാനോ തയ്യാറായില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് പുച്ഛം തോന്നി. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതില്ലേ? ഒരാപത്ത് കാലത്തല്ലേ നമ്മൾ ഒന്നും വേണ്ട, സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട, കൂട്ടിരിക്കാൻ ചെല്ലണ്ട, ഒന്ന് വിളിച്ചിട്ട് ശിവകുമാരേട്ട എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല. ഞങ്ങൾ ചെല്ലുന്ന ദിവസം രാവിലെ അദ്ദേഹം 3 സുഹൃത്തുക്കളെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ ക്രീറ്റ കാറിൽ അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത്, ആദ്യമായിട്ട് മാസങ്ങൾക്ക് ശേഷം സ്വയം ഡ്രൈവ് ചെയ്ത് അദ്ദേഹം ഗുരുനാഥനായി വിശ്വസിക്കുന്ന ഒരു സ്വാമിയുടെ ആശ്രമത്തിൽ പോയിരുന്നു. മരിച്ചുപോയ ഒരു സ്വാമിയുടെ ആശ്രമത്തിൽ എന്നെ ഒരിക്കൽ കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടള എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കാട്ടാക്കട. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു, മണിക്കൂർ കണക്ക് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ സർക്കാരിൻ്റെ സിനിമാ സ്ഥാപനങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയുമായിരുന്നു, ക്ഷേമനിധിയിലിരുന്നെങ്കിൽ ഞാൻ 10,000 രൂപ പെൻഷനാക്കാതെ പോവില്ലായിരുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയിലാണ് അദ്ദേഹം പറഞ്ഞു. അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്ന് അദ്ദേഹം പറയുന്നിടവ് എനിക്ക് അതിശയം തോന്നി. ഇദ്ദേഹത്തെ പോലെ ഒരാളിനെ അവിടെ ഇരുത്തിയിരുന്നുവെങ്കിൽ ഒരുപാട് ഗുണം സർക്കാരിനുണ്ടായതിന്, സാംസ്കാരിക വകുപ്പിനുണ്ടായതിന്. പക്ഷേ ഇങ്ങനെ ശിവകുമാരേട്ടനെ പോലെ ഒരാൾ മന്ത്രിയുടെ പുറകെ നടക്കില്ലല്ലോ, തലയും ചൊറിഞ്ഞ്, അല്ലെങ്കിൽ ഗോവിന്ദമാഷിൻ്റെ പുറകെ നടക്കില്ലല്ലോ. ഞാൻ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ്, എനിക്കൊരു പോസ്റ്റ് തരുമെന്ന് ചോദിച്ചില്ലല്ലോ. ഇവിടെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന സ്വപ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇരിക്കാനാണെന്ന് പറഞ്ഞ് നാണം കെട്ട് അവസരങ്ങൾ വാങ്ങുന്നവരുടെ നാട്ടിൽ പി ശ്രീകുമാറിനെ പോലെ നട്ടല്ലുറപ്പുള്ള ഒരാൾ മന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ കണ്ടൊരു പോസ്റ്റ് ചോദിക്കില്ല. പക്ഷേ അദ്ദേഹത്തെ അറിഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സിനിമയ്ക്കും സാംസ്കാരിക വകുപ്പിനും ഗുണമുണ്ടായേനെ. എന്തായാലും ശിവകുമാർ ചേട്ടനുമായിട്ടുള്ള ആത്മബന്ധം, ഇടയ്ക്ക് മുറിഞ്ഞുപോയ ആത്മബന്ധം വിളക്കി ചേർക്കാനായതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിൽ തിരുമല രാമചന്ദ്രൻ വഹിച്ച പങ്ക് വലുതാണെന്ന് ഞാൻ പറയും. തിരുമല വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പോവില്ല. എന്തായാലും ശിവകുമാരേട്ടനുമായിട്ടുള്ള ആ പിണക്കം ഞാൻ അവസാനിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് എന്തോ തോന്നി അങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞതായിരിക്കാം. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി കാണുമെന്നുള്ള ഒരു ഉറപ്പാണ്. ഞാൻ കൊടുത്ത സൂചനകളിൽ നിന്ന് തന്നെ രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്ന, ഭീഷണിപ്പെടുത്തി ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അത് അദ്ദേഹം അവരോട് സംസാരിച്ചോ, അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചോ, അതോ ആ ബന്ധം കൂടുതൽ ദൃഢമാക്കിയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്നോട് ചോദിച്ചില്ല, ഇന്ന ആളാണോ ഒന്നും എന്നെ ചോദിച്ചില്ല. എന്തായാലും മലയാള സിനിമയിൽ പി ശ്രീകുമാറിനെ പോലുള്ളവരെയാണ് ആവശ്യം. നട്ടലുറപ്പുള്ള, നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സത്യസന്ധനായ ശിവകുമാരേട്ടന് ആയുസ്സും ആരോഗ്യവും ഒരുപാട് നാൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് പറയുന്ന കഥ ഒരു വിയോഗത്തെക്കുറിച്ചാണ്.
അതിൽ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വയംവരപ്പന്തൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഡബ്ബിംഗ് മദ്രാസിൽ നടക്കുകയാണ്. ഞാനാണ് അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ ഭൂതക്കണ്ണാടിയിലൊക്കെ അഭിനയിച്ച ഒറ്റപ്പാലംകാരി ഒരു സിന്ധു ഉണ്ട്. ഭൂതക്കണ്ണാടി കണ്ടിട്ടുള്ളവർക്കറിയാം. അതിലെ നായിക കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആ സിന്ധു സ്വയംവരപ്പന്തലിൽ ലാലു ലക്സിൻ്റെ ആശുപത്രിയിൽ ഒരു നേഴ്സായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാനാണ് ആ വേഷം വാങ്ങിക്കൊടുത്തത്. കാരണം സിന്ധുവിൻ്റെ അമ്മൂമ്മയും ഞാനും നല്ല ബന്ധമാണ്. മുത്തശ്ശി കൂടെ വിളിച്ച് എന്നോട് പറയുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ ബന്ധമൊന്നുമില്ല. കാരണം സിന്ധു കല്യാണം കഴിച്ച് മദ്രാസിൽ സെറ്റിലായി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സിന്ധുവിന് ഡബ് ചെയ്യാനായിട്ടൊരു കുട്ടി വന്നു. ഒരു ചെറിയ വേഷമാണ്. അത് ഡബ് ചെയ്യാനായിട്ട് നല്ല ചുറുചുറുക്കുള്ള ഓജസ്സുള്ള ഒരു പെൺകുട്ടി ഡബ് ചെയ്യാൻ വന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നീല ജീൻസും വെള്ള ഷർട്ട്, തൂവെള്ള ഷർട്ട് ഇട്ട ഒരു കുട്ടി, നല്ല ഒരു നായികയാക്കാനൊക്കെ കൊള്ളാവുന്ന ഒരു കുട്ടി. ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉച്ചയ്ക്ക് ബ്രേക്കായി. ഊണ് കഴിച്ചിട്ട് അങ്ങനെ വെറുതെ അലസനായി ഒരിടത്തിരിക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, ശാന്തിപിള്ള എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തല്ലേ? അവൻ അതെ. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. അവൻ അത് ശരി, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. ഇപ്പോൾ ശബ്ദം കൊടുക്കുന്ന കുട്ടി എൻ്റെ മോളാണ്. അത് ശരി, തിരുവനന്തപുരത്ത് എവിടെയാണ് വീടെന്നൊക്കെ ഞാൻ ചോദിച്ചു. മണക്കാടാണ്, വർഷങ്ങളായി മദ്രാസിലാണ് താമസിക്കുന്നത്. ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളുമാണ് എനിക്കുള്ളത്. അങ്ങനെ സിനിമാ കാര്യങ്ങൾ മൊത്തം സംസാരിച്ചു. സംസാരത്തിനിടയിൽ അവർ പറഞ്ഞു, എൻ്റെ മോൾക്ക് നല്ല വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ മദ്രാസിലേക്ക് വന്നത്. കുട്ടികൾക്ക് മിടുക്കുണ്ട്, പക്ഷേ അവസരങ്ങൾ കിട്ടണ്ടേ. സിനിമയിൽ കഴിവിനല്ല സ്ഥാനം എന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു. സിനിമയിൽ എപ്പോഴും ഭാഗ്യം വേണം. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരെ വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ സഹപ്രവർത്തകരായ ആൾക്കാരെ പറ്റിയും പറയാൻ പറ്റും. ഭാഗ്യമുണ്ടായിരുന്നാൽ മതി. രണ്ടാമത്, നമ്മളെ പൊക്കി വിടാനൊരു ഗോഡ് ഫാദർ ഉണ്ടാവണം. പിന്നെ തുടക്കം മുതൽ തന്നെ നല്ല അവസരങ്ങൾ കിട്ടണം. ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ സിനിമയിൽ രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാതെ കഴിവുകൊണ്ട് സിനിമയിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പറ്റില്ല. ഇപ്പോൾ വൈകുന്നേരങ്ങളിലും നാടകങ്ങളിലും പകൽ തടിമില്ലിൽ അളവെടുത്ത് നടന്ന മാമുക്കോയ എന്ന് പറഞ്ഞ ആൾ ഒരു സിനിമാ നടനായി മാറിയത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ബാക്കിംഗ് അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടായതുകൊണ്ടാണെന്ന് ഞാൻ പറയും. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ട ഓരോരുത്തരെ എടുത്ത് നോക്കിയാലും ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. ഇപ്പം മിമിക്രികൾ കളിച്ച് കിടന്ന ജയറാമിനെ പത്മരാജ സാറിൻ്റെ ഭാര്യ പറഞ്ഞ്, ഇങ്ങനൊരു പയ്യനുണ്ട്, ഈ വേഷത്തിന് നന്നാവുമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പത്മരാജ സാർ അപരലിൽ വയ്ക്കുമോ? അതൊക്കെയാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു ബാക്കിംഗ് വേണം. പത്മരാജ സാറിൻ്റെ സിനിമയിലെ നായകനായത് തന്നെയാണ് ജയറാമിൻ്റെ കരിയറിൽ വലിയ ഗുണമുണ്ടാക്കിയത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ പറ്റി പറയാൻ പറ്റും. ഞാനിത് എൻ്റെ അഭിപ്രായമായിട്ടാണ് അവരോട് പറഞ്ഞത്, ആ അമ്മയോട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കുട്ടിയെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവരെന്നെ ചോദിച്ചു, ഇവളെ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഇവളും ഒരു ബാലനടിയായിരുന്നു. ബാലനടിയാ? എന്നിട്ട് ഏത് പടത്തിലാന്ന് ചോദിച്ചു. ഞാൻ അവളിങ്ങനെ ഒന്ന് വാച്ച് ചെയ്തു. ആ നിഷ്കളങ്ക കൗമാരം കടന്നു വരുന്ന പ്രായമാണ്. അവളവിടെ നിന്ന് ചിരിച്ചു. ഒരു നല്ല വിടർന്ന ഒരു ചിരി ചിരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല സ്കൈ ബ്ലൂവിലുള്ള ജീൻസും അതിന് പറ്റിയൊരു തൂവെള്ള ഷർട്ടും ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയാണ് അവൾ. അവളൊന്ന് ചിരിച്ചു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, ഫാസിൽ സാറിൻ്റെ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്. അതിലെ കിട്ടുവിനെ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ അറിയാം. കിട്ടു എന്ന് പറഞ്ഞത് മമ്മൂക്കയുടെ കൈ കിട്ടുന്ന യാദൃച്ഛമായിട്ട് കിട്ടുന്ന ആ ഉമ്മക്കുട്ടിയല്ലേ, വർത്തമാനം പറയാത്ത ആൺകുട്ടി, മിടുക്കനായ കിട്ടു. പടം മുഴുവൻ നമ്മളെ ഇങ്ങനെ ത്രസിപ്പിക്കുന്ന, ഏത് സമയവും ആ കുട്ടിയെ കൊല്ലാനായിട്ട് ബാബു ആൻ്റണിയും സുരേഷ് ഗോപിയൊക്കെ നടക്കുന്നു. മമ്മൂട്ടിയാണെങ്കിൽ ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷേ പലയിടത്തും അയാൾ ഈ അലസനായതുകൊണ്ട് പലയിടത്തും നോക്കിയിരിക്കും കൊച്ചിനെ മറ്റവർ തട്ടാൻ വരുന്നു. നമ്മളിങ്ങനെ കണ്ട് ആകാംക്ഷയോടെ ഇരിക്കുമായിരുന്നു സ്ക്രീനിൽ. കിട്ടുവിനെ അറിയാം എന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് അവൻ സംസാരശേഷിയില്ലാത്തൊരു ഊമ കുഞ്ഞും കൂടി ആയതുകൊണ്ട് ആ സിനിമ കണ്ട് ആരും കിട്ടുവിനെ മറക്കില്ല. ബാബു ആൻ്റണി ചെയ്ത രഞ്ജി എന്ന് പറഞ്ഞ വേഷം
സിനിമ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ബാബുവിനെ കൊല്ലാൻ തോന്നും. കാരണം ഈ പിഞ്ചു കുട്ടിയെ, ഈ കിട്ടുവിനെ എങ്ങനെ ഇവന് കൊല്ലാൻ തോന്നുന്നു എന്ന് നമുക്ക് തോന്നാം. അപ്പോഴാണ് അമ്മ പറയുന്നത്, ആ കിട്ടു എവളാ, പൂവിന് പുതിയ പൂന്തന്നല്ലേ കിട്ടു എന്ന് പറഞ്ഞാൽ ഊമയായ ആൺകുട്ടിയായിട്ട് അഭിനയിച്ച പെൺകുട്ടിയാണ്. ആ കുട്ടിയാണ് ഈ നിൽക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി. ലക്ഷണമൊത്ത ഒരു പെണ്ണായി വളരുന്ന എവളാണോ മമ്മൂട്ടിയുടെ കിരൺ എന്ന കഥാപാത്രത്തിൻ്റെ തോളിൽ വിരലും വായിക്കത്തിട്ട് നിസ്സംഗയായി കിടക്കുന്ന കിട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. എനിക്കെന്തോ അത് വിശ്വസിക്കാനായില്ല. എന്ന് മാത്രമല്ല, പൂവിന് പുതിയ പൂന്തന്നൽ 5 ഭാഷകളിലെടുത്തപ്പോൾ ആ എല്ലാ ഭാഷയിലും കിട്ടുമായിട്ട് അഭിനയിച്ചത് ഈ കുട്ടിയായിരുന്നു, ഈ പെൺകുട്ടിയായിരുന്നു. സത്യമായും എനിക്ക് അപ്പോൾ തോന്നിയത് അവളുടെ താടിക്ക് പിടിച്ച് ഒന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നി. പക്ഷേ വേണ്ട, നമ്മൾ പെമ്പിള്ളരെയൊക്കെ താടി പിടിച്ച് ഇന്നത്തെ പോലെ പോക്സൊന്നും വരില്ല. എങ്കിൽ പോലും ഞാനെന്തോ ആ ഉദ്യമത്തിന് ശ്രമിച്ചില്ല. പൂവിന് പുതിയ പൂന്തന്നലിൻ്റെ വിജയം ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവരുമെന്ന് ആ അമ്മ സ്വപ്നം കണ്ടു. പക്ഷേ ബാലനടിയായിട്ട് അവൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി. പക്ഷേ വളർന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ആരും അവളെ തിരിഞ്ഞു നോക്കാതായി. അവരുടെ നിരാശ കലർന്ന ആ വർത്തമാനത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അർഹതപ്പെടുന്ന അവസരങ്ങൾ എൻ്റെ മോൾക്ക് കിട്ടിയില്ല എന്നുള്ള പരിഭവം ആ വർത്തമാനത്തിലുണ്ടായിരുന്നു. സ്വയംവരപന്തലിൽ ആ ചെറിയ വേഷം ഡബ് ചെയ്യുന്നതിന് 3000 രൂപ പറഞ്ഞിട്ടാണ് ആ കുട്ടി ഡബ് ചെയ്യാൻ വന്നത്. 3000 രൂപയുടെ ഇതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ചാണ് ആ കുട്ടി ഡബ് ചെയ്യാൻ വന്നത്. ഞാനിതാ ഇപ്പോഴാണ് പറയുന്നത്, ഞാൻ ആ കുട്ടിക്ക് 5000 രൂപ വാങ്ങിക്കൊടുത്തു. കാരണം കിട്ടു ആയിട്ട് അഭിനയിച്ച മനോഹരമായി ചെയ്ത കുട്ടിയല്ലേ. ആ കിട്ടു വളർന്ന് വലുതായപ്പോഴാണ് സുജിത എന്ന് പറഞ്ഞ നടിയായത്. സുജിതയെ നിങ്ങൾക്കറിയാമായിരിക്കും. കാരണം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ തിരക്കുള്ള സീരിയൽ നായികയായി പിന്നീട് വളർന്നു സുജിത. ദിവസം 10000 രൂപ ശമ്പളം വാങ്ങിയാണ് മലയാളത്തിൽ സുജിത അഭിനയിച്ചത്. ഹരിചന്ദനം എന്നൊക്കെ പറഞ്ഞ സീരിയലുകൾ, കുറേ സീരിയലുകൾ ചെയ്തു മലയാളത്തിൽ. തിരുവനന്തപുരത്ത് ഹരിചന്ദനത്തിൻ്റെ സെറ്റിൽ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന്, സംഘടനാപരമായ ഒരു ആവശ്യത്തിന് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കണ്ട ആ പെൺകുട്ടി നായികയായിട്ട് അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൂടെ അവളുടെ അമ്മയുണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്നല്ല, അമ്മയ്ക്കും മകൾക്കും എന്നെ മനസ്സിലായില്ല എന്നുള്ളതാണ് രസം. കാരണം വർഷങ്ങൾ കഴിഞ്ഞില്ലേ, അവർ മദ്രാസിൽ എത്രയോ മുഖങ്ങളെ കാണുന്നതല്ലേ. പല ഡബ്ബിങ് തിയേറ്ററിലും മാറിയും മറിഞ്ഞും കണ്ട ഒരുപാട് മുഖങ്ങളിലൊന്നല്ലേ ദിനേശിൻ്റെ. അതുകൊണ്ടായിരിക്കും അവർക്ക് എന്നെ രണ്ടുപേർക്കും മനസ്സിലായില്ല. പക്ഷേ ഞാൻ കൗതുകത്തോടെ അവൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നത് നോക്കി നിന്നു. ഞാനൊട്ട് അമ്മയോടും പരിചയപ്പെടാൻ പോയില്ല. അല്ല, നിങ്ങളിങ്ങനെ അന്ന് പരാതിയൊക്കെ പറഞ്ഞെങ്കിലും 10000 രൂപ ദിവസം വാങ്ങുന്ന നടിയായിട്ട് മകൾ വളർന്നില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഞാൻ എന്തോ ചോദിക്കാൻ പോയില്ല. പിന്നീട് ഞാൻ അവളെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, നമ്മൾ കണ്ട പൂവിന് പുതിയ പൂന്തന്നലിൽ അഭിനയിക്കുമ്പോൾ 3 വയസ്സുണ്ട്. പക്ഷെ അവൾ 6 മാസം പ്രായമുള്ളപ്പോൾ ഭാഗ്യരാജിൻ്റെ മുന്താണി മുടിച്ച് എന്ന് പറഞ്ഞ സിനിമയിലെ ഭാഗ്യരാജിൻ്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ചുമ്മാ വീഡിയോ ഇട്ട് നോക്കി. എന്ത് രസമായിട്ട് ഭാഗ്യരാജിൻ്റെ തോളിൽ കിടക്കുന്ന ആ കുട്ടി. നമ്മുടെ ഉർവശി, ആ എന്താ പറയുക, ഒരു സൂപ്പർ നായികയായി വളർന്ന മുന്താണി മുടിച്ച്. അതിൽ എന്താ പറയുക, ഒരു കള്ളം പറഞ്ഞോ എന്നുള്ളൊരു നേർച്ച ഇടാനായിട്ട് കുട്ടിയെ നിലത്ത് കിടത്തിയിട്ട് അതിനെ മറികടന്ന് പോകാൻ പറയും. ഉർവശി കൂളായിട്ട് നടന്നങ്ങ് പോകും കള്ളം പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെൻറ്റിമെൻറ്റ്സൊക്കെ ഉള്ള നല്ല നല്ല പടമായിരുന്നു. നല്ല പടമല്ലേ. നേത്തി രാത്രി അമ്മ എന്നുള്ള പാട്ടൊക്കെ ഉള്ള മുന്താണി മുടിച്ചിൽ അഭിനയിച്ച 6 മാസം പ്രായമുള്ളപ്പോൾ മുന്താണി മുടിച്ചിൽ അഭിനയിച്ച 3 വയസ്സ് പ്രായമുള്ളപ്പോൾ പൂവിന് പുതിയ പൂന്തന്നലിലും തുടർന്ന് അതെടുത്ത എല്ലാ ഭാഷകളിലും അഭിനയിക്കാൻ കഴിഞ്ഞ ഒരു റെക്കോർഡിനുടമയാണ് സുജിത. പൂവിഴി വാസല്ലേ എന്ന് പറഞ്ഞ് പൂവിന് പുതിയ പൂന്തന്നൽ തമിഴിലെടുത്തപ്പോൾ സത്യരാജായിരുന്നു നായകൻ. തെലുങ്കിൽ ചിരഞ്ജീവി ആയിരുന്നു നായകനും തോന്നുന്നു. അങ്ങനെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് സുജിത അഭിനയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹരിചന്ദനം എന്ന് പറഞ്ഞ വീട്രാക്സിൻ്റെ സീരിയലിൽ ഉണ്ണിമായ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെ മലയാളികളെ ഒരുപാട് ആകർഷിച്ച നടിയായി മാറി സുജിത. പിന്നെ ദേവി മഹാത്മൻ, കാണാക്കിനാവ് എന്നൊക്കെ പറഞ്ഞ് കുറേ സീരിയലുകൾ വന്നു. എസ് ജെ സൂര്യ സംവിധാനം ചെയ്ത വാലി എന്ന് പറഞ്ഞ പടത്തിൽ നമ്മുടെ തല അജിത്തിൻ്റെ സഹോദരിയായിട്ട് തമിഴ് സിനിമ ചെയ്തു. കലാഭവമണിയുടെ നായികയായിട്ട് 1000-ലൊരുവൻ എന്ന് പറഞ്ഞ സിനിമയിലടക്കം മലയാളത്തിലും കുറേ സിനിമകൾ ചെയ്തു. ഇപ്പോൾ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഒരു തമിഴിൽ സൂപ്പർ ഹിറ്റായി പോയ ഒരു സീരിയലിൽ 1ാം ഭാഗത്തിൽ അഭിനയിച്ചു. ഇപ്പോൾ 2ാം ഭാഗത്തിൽ അഭിനയിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ തമിഴ് സീരിയലൊന്നും കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ പാണ്ഡ്യൻ സ്റ്റോഴ്സിൽ അഭിനയിച്ച നായിക എന്ന് പറഞ്ഞാൽ സുജിത മദ്രാശിയിൽ എന്താ പറയുക, വലിയ പ്രശസ്തയാണ്. ഞാൻ സുജിതയെ പറ്റി ഇത്രയും വിശദമായി പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ,
കാണുന്ന പലർക്കും അത് മനസ്സിലായി കാണും. സുജിതയുടെ സഹോദരൻ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല കൊച്ചു പ്രായത്തിൽ പ്രശസ്തനായ നടനായിരുന്നു. നമുക്ക് ബേബി ശാലിനിയും ബേബി ശ്യാമിലിയെ പറ്റിയേ അറിയാവൂ. ബാലതാരങ്ങളിൽ ബേബി ശാലിനിയും ശ്യാമിലിയൊക്കെ വരുന്നതിന് മുമ്പ് ഈ സുരേഷും, ബാലതാരമായിരുന്ന സുരേഷും അനിയത്തി സുജിതയും ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ച ആൾക്കാരാണെന്നുള്ളത് മീഡിയകളിൽ വലിയ വാർത്തകളല്ല. ഇപ്പോൾ 3 ദിവസം മുമ്പ് തിങ്കളാഴ്ച അകാലത്തിൽ പൊലിഞ്ഞ മാസ്റ്റർ സുരേഷ് എന്ന് പറഞ്ഞാൽ വാർത്ത വായിച്ചിട്ടുള്ളവർക്ക് സൂര്യകിരൺ എന്നേ അറിയാൻ പറ്റും. അയാൾ പിന്നെ സംവിധായകനായി മാറിയപ്പോൾ സൂര്യകിരൺ എന്ന് പേര് മാറ്റിയ ആളാണ്. അദ്ദേഹം സുജിതയുടെ സഹോദരനാണ്. സുനിത എന്ന് പറഞ്ഞ് ഒരു അനിയത്തി കൂടിയുണ്ട്. ഒരു 3 പേരാണ്, 2 പെണ്ണും 1 ആണും. മൂന്നാമത്തെ വയസ്സിൽ സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. അതേ വർഷം തന്നെ PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത പുത്തിരി അംഗം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതാണ് ആദ്യമായിട്ട് സുരേഷിൻ്റെ സ്ക്രീനിൽ വന്നത്. ഒരു കാലത്ത് സുരേഷ് ഇല്ലാത്ത മലയാള സിനിമ ചുരുക്കമായിരുന്നു. ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ സുരേഷ് നിറഞ്ഞാടിയ കാലമുണ്ടായിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തൻ, പടയോട്ടം, കല്ലുക്കുളീരം, മൗനഗീതങ്ങൾ, ഡാർലിംഗ്, കോളക്കം, മുന്താണി മുടിച്ച്, ജീവിതം, രംഗ, കൂടും തേടി, കാത്തിരുന്ന ദിവസം, കടത്തനാടൻ അമ്പാടി, സഹ്യൻ്റെ മകൻ, ചന്ദ്രഹാസം, നായാട്ട്, പഠിക്കാത്തവൻ തുടങ്ങി. പഠിക്കാത്തവൻ രജനീകാന്തിൻ്റെയും കമലഹാസൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള മാസ്റ്റർ നടനായിരുന്നു മാസ്റ്റർ സുരേഷ്. 1982 പടയോട്ടം, സഹ്യൻ്റെ മകൻ എന്ന് പറഞ്ഞ 2 സിനിമകൾ, മലയാളത്തിലെ 2 സിനിമകൾക്ക് മികച്ച ബാലനടൻ്റെ സംസ്ഥാന അവാർഡ് സുരേഷ് നേടുന്നത്. 1983 മലമുകളുടെ ദൈവം എന്ന ചിത്രത്തിലൂടെ മാസ്റ്റർ സുരേഷ് ബാലനടനുള്ള ദേശീയ അവാർഡ് വാങ്ങിച്ചു 1983. അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ പടയോട്ടത്തിനും സഹ്യൻ്റെ മകനും വാങ്ങിക്കുമ്പോൾ സുരേഷിന് 8 വയസ്സേ പ്രായമുള്ളൂ. ആദ്യമായിട്ട് നാഷണൽ അവാർഡ് വാങ്ങുമ്പോൾ 9 വയസ്സേ സുരേഷിന് പ്രായമുള്ളൂ. 1984 മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ അഭിനയിച്ച പ്രകടനത്തിന് അതിൽ 4 കുട്ടികളുണ്ടല്ലോ. മാസ്റ്റർ അരവിന്ദ്, മുകേഷ്, ബേബി സോണിയ, സുരേഷ്, ഒരു 4 പേരായിരുന്നു. 4 പേർക്കും കൂടി നാഷണൽ അവാർഡ് കൊടുത്തു. അത് വാങ്ങുമ്പോൾ സുരേഷിന് 10 വയസ്സാണ് പ്രായം. ആലോചിച്ച് നോക്കൂ, ഒരു 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 ബാലനടന് ഇതിലപ്പുറം എന്ത് നേടാനുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2003 സുരേഷ് അഭിനയം മതിയാക്കിയിട്ട് ചെറുപ്പക്കാരനായല്ലോ. അദ്ദേഹം സൂര്യകിരൺ എന്ന് പേര് മാറ്റിയിട്ട് തെലുങ്കിൽ സത്യം എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമ ചെയ്തു. ആ സിനിമ വലിയ വിജയമായി തെലുങ്കിൽ. സുമന്ത് അക്കിനേനിയും ജനീലയുമാണ് സത്യം എന്ന് പറഞ്ഞ സിനിമയിലെ നായകനും നായികയും. ധനം 51, ബ്രഹ്മാസ്ത്രം, രാജുബായ്, അധ്യായം 6 തുടങ്ങി തെലുങ്കിൽ സിനിമകൾ സംവിധാനം ചെയ്തു. പക്ഷേ അവസാനം വന്ന സിനിമകളെല്ലാം പരാജയത്തിൻ്റെ കൈപ്പറഞ്ഞു. ഇപ്പോൾ അരസി എന്ന് പറഞ്ഞ വരലക്ഷ്മി ശരത് കുമാറിൻ്റെ മകൾ വരലക്ഷ്മി നായികയാകുന്ന അരസി എന്ന് പറഞ്ഞൊരു സിനിമ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ പിടിയിലകപ്പെട്ട് സൂര്യകിരൺ മരിക്കുന്നത്. ഭാഗ്യരാജിൻ്റെയും കമൽഹാസൻ്റെയും രജനീകാന്തിൻ്റെയും ഹെയർ സ്റ്റൈൽ കുട്ടിക്കാലത്ത് ഇവരോടൊപ്പം അഭിനയിച്ച സിനിമകളിലൊക്കെ രജനീകാന്ത് കാണിക്കും പോലെയൊക്കെ സുരേഷ് കാണിക്കുന്നതാണ് കാണാൻ. അതൊക്കെ വലിയ പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത കഥാപാത്രങ്ങളായിരുന്നു. അതിൽ പടയോട്ടം എന്ന് പറഞ്ഞ മലയാളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ 70mm ചിത്രത്തിൽ പെൺകുട്ടിയായിട്ടാണ് സുരേഷ് അഭിനയിച്ചത്. ചെമ്പകപ്പൂ വേണ്ടേ എന്ന് ചോദിക്കുന്ന വാലാട്ടി പക്ഷിക്ക് കൊടുക്കാൻ ചെമ്പകപ്പൂ വേണ്ടേ എന്ന് ഉദയൻ എന്ന് പറഞ്ഞ കഥാപാത്രമായി ചെയ്യുന്ന നസീർ സാറിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആഴിക്കങ്ങേ കടലുണ്ടോ, യാമങ്ങൾക്കൊരു മുറിവുണ്ടോ എന്നുള്ള ആ പാട്ടിൽ ഇടയ്ക്ക് ആ ബിറ്റ് കേൾക്കാം. സുരേഷിൻ്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് കേൾക്കാം ചെമ്പകപ്പൂ വേണ്ടേ എന്ന് കേൾക്കുന്നത്. അങ്ങനെ ശബ്ദത്തിലൂടെ ആയാലും അഭിനയത്തിലൂടെ ആയാലും സ്വന്തമായ ഒരു വഴി കണ്ടെത്തിയ ബാലനടൻ വലുതായപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ സൂപ്പർ ഹിറ്റായ സിനിമ നൽകിയ സംവിധായകനുമായിരുന്നു. പക്ഷേ ആ ഭാഗ്യം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയാം. നമ്മുടെ കലാസംവിധായകനായി പിന്നെ സംവിധായകനായി മാറിയ രാജീവ് അഞ്ചൽ അമ്മാനങ്കിളി എന്ന് പറഞ്ഞ് കുട്ടികളുടെ ഒരു സിനിമ ചെയ്തിരുന്നു. അതിലെ പ്രധാന വേഷം ചെയ്ത ബാലതാരമായിരുന്നു കാവേരി. രാജീവ് അഞ്ചലിൻ്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു അമ്മാനങ്കിളി. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളും എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതവും എം ജെ രാധാകൃഷ്ണൻ്റെ ഛായാഗ്രഹണവും പിന്നെ നമ്മളെ തടിയം ബാലകണ്ണൻ എന്നെല്ലാവരും വിളിക്കുന്ന
സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ NL ബാലകൃഷ്ണനെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു നടനാക്കി നിർത്തിയത് അമ്മാനം കിളിയിലെ രാജീവ് അഞ്ചലായിരുന്നു. ആ ചിത്രത്തിലാണ് കാവേരിയും തുടക്കം കുറിക്കുന്നത്. കാവേരി ആണെങ്കിൽ ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞാടിയ പങ്കജവല്ലി എന്ന് പറഞ്ഞ സ്വഭാവ നടിയുടെ ചെറുമകളാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ കാവേരി അഭിനയിച്ചു. തിരുവല്ല കാവും ഭാഗം സ്വദേശിയാണ്. അവന് വല്ലിടാരു ഇഷ്ടപ്പെടാരു എന്ന് പറഞ്ഞ 2002 മികച്ച നടിക്കുള്ള നാന്ദി അവാർഡ് ഈ സിനിമയ്ക്ക്, എനിക്ക് നേരെ സത്യത്തിൽ പറയാറില്ല തെലുങ്കിലെ, ആ സിനിമയ്ക്ക് നന്ദി അവാർഡ് കാവേരി കരസ്ഥമാക്കി. അതിലെ കമൽ സംവിധാനം ചെയ്ത് ഫാസിൽ നിർമ്മിച്ച കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറഞ്ഞ പടത്തിലെ മനോഹരമായ വേഷം ചെയ്തു. പിന്നെ ഒരു അഭിഭാഷകൻ്റെ ഡയറി അടക്കം കുറേ സിനിമകൾ ചെയ്തു. അതിനുശേഷമാണ് 1996 സെവൻ ആർട്സിന് വേണ്ടി ഹരികുമാർ സാർ സംവിധാനം ചെയ്ത ലോഹിതദാസ് സ്ക്രിപ്റ്റ് എഴുതിയ ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഇന്ദു എന്ന് പറഞ്ഞ കഥാപാത്രം, പ്രായത്തിൽ മൂത്ത ഒരാളിനെ പ്രേമിക്കുന്ന മമ്മൂട്ടിയായിരുന്നു നായകൻ. നല്ല വേഷമായിരുന്നു. അതിൻ്റെ ലോഞ്ചിങ്ങിനാണ് ഞാൻ സത്യത്തിൽ ആ പടം സെൻസറിങ് കഴിഞ്ഞ ആദ്യ ഷോയുടെ അന്ന് ഗീതു ഹോട്ടലിലൊരു ചെറിയ പാർട്ടി വെച്ചിരുന്നത്. അവിടെയാണ് ഞാൻ അവസാനമായി കാവേരി കണ്ടത്. അതിനുശേഷം 96 ശേഷം ഞാൻ കാവേരി കണ്ടിട്ടില്ല. അപ്പോൾ ഏതാണ്ട് 10-30 വർഷമാവാൻ പോകുന്നു കാവേരിയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. രാജീവ് അഞ്ചലിൻ്റെ ഗുരു, കിളിയിൽ പമ്പരം, വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും തുടങ്ങി 2010 ഇറങ്ങിയ ജനകൻ വരെ കുറേ മലയാള സിനിമകളിൽ കാവേരി അഭിനയിച്ചു. സംഭ്രമ, ചൈത്രാട ചിഗുരു, കണ്ണുക്കൾ നിലാവ്, സമുദ്രം, ശേഷു, പുന്നകി പൂവേ, കാശി തുടങ്ങി തെലുങ്കിലും തമിഴിലുമുള്ള കുറേ സിനിമകളിലും അഭിനയിച്ചു കാവേരി. അവിടെയൊക്കെ കാവേരിയുടെ പേര് കല്യാണി എന്നായിരുന്നു. ഭേദബാബു എന്ന് പറഞ്ഞ തെലുങ്ക് ചിത്രത്തിൻ്റെ ചിത്രീകരണ സമയത്താണ് സുരേഷ് എന്ന സൂര്യകിരണും കാവേരിയുമായി, അല്ലെങ്കിൽ കാവേരി എന്ന കല്യാണിയുമായി മാനസികമായി അടുക്കുന്നത്. അങ്ങനെ രണ്ട് വീട്ടുകാരും ഈ വിവരം അറിയുകയും രണ്ട് വീട്ടുകാരുടെയും സമൂഹത്തോടു കൂടി 2005 മെയ് 1 കാവേരിയും സൂര്യകിരണും വിവാഹിതരായി. നന്നായിട്ട് ജീവിച്ചു പോകുമായിരുന്നു. പക്ഷേ എവിടെയോ വച്ച് അവർ തമ്മിൽ മാനസികമായി അകന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും പുറത്തു പറഞ്ഞില്ല അകന്നു എന്ന്. കാവേരി തിരുവല്ലയിലേക്ക് മടങ്ങിപ്പോന്നു. അതിനെപ്പറ്റി പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഉദ്യാനപാലകൻ്റെ ലോഞ്ചിങ്ങിന് ശേഷം ഞാൻ കാവേരിയെ കണ്ടിട്ടില്ല. കണ്ടാൽ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചേനെ എന്തു പറ്റി കാവേരി എന്ന് ചോദിച്ചേനെ. ചിലർ പറയുന്നത് കാവേരിയുടെ കണ്ണായ കാവും ഭാഗത്തുള്ള കണ്ണായ സ്ഥലം വിറ്റ് ഈ സംവിധാനത്തിൽ പരാജയപ്പെട്ടു തുടങ്ങിയപ്പോൾ സിനിമ നിർമ്മിക്കാൻ പോയതിൽ എന്താ പറയുക, സൂര്യകിരണിന് അടിപറ്റി എന്ന് പറയുന്നു. അങ്ങനെ സാമ്പത്തികമായ വലിയ ക്രൈസിസിൽ ചെന്നപ്പെട്ടു എന്ന് പറയുന്നു. സൂര്യകിരൺ നല്ല മോശമല്ലാത്ത മദ്യപാനിയായതാണ് ഒരു കാരണമെന്ന് പറയുന്നത്. ഇതിലേത് കാരണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ തമ്മിൽ തെറ്റി. കാവേരി തിരുവല്ലയ്ക്കും പോന്നു. സൂര്യകിരണ് കുറേ കാലം ഹൈദരാബാദിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാളും മദ്രാസിലേക്ക് പോന്നു. എന്തായാലും വലിയ കഷ്ടമായി പോയി എന്നേ പറയാനുള്ളൂ. കാരണം അതോടുകൂടി സൂര്യകിരൺ എന്ന് പറഞ്ഞ സുരേഷിൻ്റെ ജീവിതത്തിൽ താളം തെറ്റി. അയാൾ ബിഗ് ബോസിൻ്റെ തെലുങ്ക് എഡിഷനിൽ 4ാമത്തെ എഡിഷനിൽ അയാൾ മത്സരാർത്ഥിയായിരുന്നു. പക്ഷേ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്തായി. ആ പുറത്തായ സമയത്ത് അയാൾ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാനും ഈ പറയുന്ന കല്യാണിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം തകർന്നു എന്നുള്ള കാര്യം അയാൾ പറയുകയും ക്യാമറയുടെ മുന്നിലിരുന്ന് കരയുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി. എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ മാറി കാവേരി ആ ചെറുപ്പക്കാരനോടൊപ്പം വീണ്ടും ജീവിക്കണമെന്ന് ഞാൻ കണ്ടിരുന്നെങ്കിൽ പറഞ്ഞാൽ. അത്രയ്ക്ക് എനിക്ക് വേദന തോന്നി സുരേഷ് കരയുന്ന കണ്ടപ്പോൾ. അത്ര മിടുക്കനായിരുന്നില്ലേ. ഭാഗ്യരാജിൻ്റെയും കമലഹാസൻ്റെയും രജനീകാന്തിൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും കൂടെയൊക്കെ അഭിനയിച്ചൊരു ചെറുപ്പക്കാരൻ. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ 3 തവണ നാഷണൽ അവാർഡ് വാങ്ങിച്ചൊരു ചെറുപ്പക്കാരൻ. അയാൾ വലിയ സംവിധായകനായി പ്രായമായി വലുതായി വന്നപ്പോൾ സംവിധാനത്തിൽ കാലിടറിപ്പോയി. അതാണ് പറ്റിയത്. എന്തായാലും എന്താ പറയുക, സുരേഷിൻ്റെ ജീവിതം താളം തെറ്റി എന്ന് തന്നെ പറയാം. അയാൾ മദ്രാസിൽ വന്നെങ്കിലും എനിക്ക് തോന്നുന്നു സുജിതയുടെ കൂടെ ഒന്നും ആയിരിക്കില്ല താമസം. കാരണം സുജിത ഒരു ആഡ് ഫിലിം സംവിധായകൻ കല്യാണം കഴിക്കുകയും 2 കുട്ടികളൊക്കെ അവർ സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കുന്നു. സുരേഷ് അപ്പോൾ അമ്മയുടെ കൂടെ ആയിരിക്കാം ജീവിച്ചത്. പക്ഷേ നല്ല മദ്യപാനിയായിരുന്നു എന്ന് പറഞ്ഞു. ഇതിനിടയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു. അപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നുള്ളൊരു പ്രശ്നം, ജീവിതകാലത്തിൽ പിന്നെ പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യരുത് എന്നാണ് വിവരമുള്ളവരൊക്കെ പറയാറ്. എന്തായാലും അയാളെ മഞ്ഞപ്പിത്തം ബാധിക്കുകയും അകാലത്തിൽ അയാൾ പോയി എന്ന് പറയാം. കാരണം ചെന്നൈയിലെ GM ആശുപത്രിയിൽ കിടന്ന് എന്താ പറയുക, അവിടെ കിടന്ന് അയാൾ ആലോചിച്ച് കാണും എൻ്റെ ജീവിതത്തിൽ പറ്റിയ താളപ്പിഴകൾ എന്തൊക്കെയാണെന്ന്. കാവേരി ആ സമയത്തൊന്നും ആശുപത്രിയിൽ പോയി കണ്ടില്ല എന്നും പറയുന്നു. അതിൽ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സിനിമ നിർമ്മിച്ച് സകലതും നശിപ്പിച്ച
പ്രശ്നം പറഞ്ഞ് കാവേരി സുരേഷുമായിട്ട് തെറ്റിയെങ്കിലും ഇപ്പോൾ കാവേരി എന്ന് പറഞ്ഞ തെലുങ്കിലും തമിഴിലുമൊക്കെ കല്യാണിയായ നമ്മുടെ പ്രിയപ്പെട്ട കാവേരി കല്യാണി എന്ന് പേരിട്ടിട്ട് 4 ഭാഷകളിലായി ഒരു പടം നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്നു. വല്ല ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. എന്തായാലും വലിയ വിജയമാകട്ടെ, അല്ലെങ്കിൽ കാവേരിയുടെ കാര്യം വലിയ കഷ്ടമാകാൻ സാധ്യതയുണ്ട്. 4 ഭാഷകളിലായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ്, നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്നു. നമ്മുടെ മലയാളിയായ കൊച്ചിക്കാരനായ എൻ്റെ സിനിമയിലെ നായകനായിരുന്ന ലാലിൻ്റെ ബന്ധുവും ഒക്കെ ആയ ആൽബിയാണ് ക്യാമറ, അച്ചു രാജമണിയാണ് സംഗീതം നൽകുന്നത്, ചേതൻ ചീനു എന്ന് പറഞ്ഞ ആളാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും വലിയ വിജയമാകട്ടെ, കാരണം കാവേരി സ്വന്തം പൈസ മുടക്കിയെടുക്കുന്ന സിനിമ കൂടിയാണ്. എറണാകുളം സ്വദേശി TS മണിയുടെയും തിരുവനന്തപുരം സ്വദേശി രാധയുടെയും മകനാണ് സുരേഷ്. സുരേഷിന് വേറൊരു സിനിമ ബന്ധം കൂടിയുണ്ട്. കുറേ സിനിമകൾ സംവിധാനം ചെയ്ത എഡിറ്റർ ശിവചന്ദ്രൻ്റെ സഹോദരിയാണ് രാധ. എന്തായാലും മലയാള സിനിമയ്ക്ക് കനപ്പെട്ട ഒരുപാട് ബാലവേഷങ്ങൾ തന്ന് വിജയിപ്പിച്ച സുരേഷിനെ പോലൊരു ബാലനടൻ, നാഷണൽ അവാർഡ് വരെ നേടിയ ബാലനടൻ, സൂര്യകിരൺ എന്ന് പറഞ്ഞ ആദ്യം ചെയ്ത സിനിമയൊക്കെ വലിയ വിജയങ്ങളാക്കാൻ കഴിഞ്ഞ സംവിധായകൻ അകാലത്തിൽ പോയി. ആ പ്രിയപ്പെട്ട അനുജന് 49 വയസ്സേ ആയിട്ടുള്ളൂ. പ്രിയപ്പെട്ട അനുജന് ആത്മശാന്തി നേർന്നുകൊണ്ട്, നിത്യാഞ്ജലി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.